നമസ്കാരം. പിണറായി വിജയനെ തകർക്കാൻ നടന്ന കണ്ണൂർ സംഘത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണേ. മോങ്ങിക്കൊണ്ട് അടക്കെ. അതായത് ഇത്രയും ദിവസം രാഷ്ട്രീയത്തിലോ മാധ്യമങ്ങളിലോ ഇടം കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? പിണറായി വിജയനെ 10 പുലഭ്യം പറയണം, പുലയാട്ട് നടത്തണം. ഉടനടി നമ്മുടെ മറുനാടൻ മഞ്ഞമാർ അല്ലെങ്കിൽ മറുനാടൻ മാലിന്യക്കാരന്മാരും പിണറായി വിരുദ്ധരെല്ലാം കൂടി ഇതാ സുധാകരൻ പിണറായിയെ പറഞ്ഞു എന്ന രീതിയിൽ ആഘോഷമാണ്. ഇപ്പൊ എന്തായി? സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം പിണറായി വിജയൻ 3ാം തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്നാൽ തകർക്കാൻ നടന്ന വ്യക്തിയുടെ അവസ്ഥയാണ് ദേ ഈ കാണുന്നത്. അങ്ങോട്ട് നോക്കിയേ. കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് നിഷേധിച്ചതിന് പിന്നാലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയാണ് സുധാകരൻ കരയുന്ന സാഹചര്യം. വി ഡി സതീശൻ അടക്കമുള്ളവരാണ് തന്നെ വെട്ടിയതെന്ന് സുധാകരന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ദില്ലിയിൽ അതൃപ്തി വ്യക്തമാക്കി ദില്ലിയിൽ നിന്ന് ചർച്ചകളിൽ പങ്കെടുക്കാതെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ കണ്ണൂരിൽ ആ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു സുധാകരന്റെ കരച്ചിൽ. വളരെ കൃത്യമായി തന്നെയാണ് കണ്ണൂരിൽ തന്നെ താൻ മത്സരിക്കേണ്ടതിന്റെ കാര്യത്തെക്കുറിച്ച്, കണ്ണൂർ തനിക്കെന്താണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താലും കോൺഗ്രസിലെ പടല പിണക്കങ്ങൾ തമ്മിലടി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? മൂക്കള പിടിച്ച് വയ്യ എന്ന് പറഞ്ഞാൽ ഇതുവരെ, അതായത് ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം ഫുൾ ടൈം പിണറായി വിജയന്റെ ചിത്രം എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിന്റെ മുമ്പിൽ കിടന്ന് മോങ്ങല്. ഇതിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വേറെ ആരുടെയൊക്കെ പേര് പറയുമ്പോൾ അതൊന്നുമല്ല, പിണറായി വിജയന്റെ കാര്യം ആലോചിച്ചിട്ടാണ് പിന്നെയും മുഖ്യമന്ത്രി ഞാൻ പണിക്ക് വെളിയിലുമായി. ഇതാണ് അവസ്ഥ. സൽപ്രവൃത്തി ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം എന്തുണ്ടാകും? അവർക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ആ വ്യക്തിയെ കുതുകാൽ വെട്ടാൻ നടന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ സുധാകരന്റെ എന്ന് പറഞ്ഞാൽ പരമദയനീയമായി പോയി. കണ്ണൂരിൽ ഞാനാണ് ആര്? പിണറായി വിജയനെതിരെ നിൽക്കുന്ന ആ വീരസൂര പരാക്രമി ഇപ്പൊ 24 മണിക്കൂർ മോങ്ങലേ ഉള്ളൂ. ഇതാണോടെ നിങ്ങളുടെ ഹീറോ? അതായത് സീറ്റ് നിഷേധിച്ചു എന്ന് അറിഞ്ഞ ആ സമയം തൊട്ട് മോങ്ങൽ. ഒരു വീരസൂര പരാക്രമി എന്ന് സ്വയം പറയുകയും കുറച്ച് ഫാൻസുകാരെ വെച്ച് പറയിക്കുന്നതിനപ്പുറം സ്വന്തം നിലയ്ക്ക് പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലായി ഈ സതീശനെ പോലെ തന്നെ ഡയലോഗ് അടിയല്ല, ഒരു ചുക്കുമില്ല. പിണറായി വിജയനാണെങ്കിൽ ഒരു വിലയും കൽപ്പിക്കാറില്ല. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ തനിക്കെതിരെ പുലഭ്യമോ പുലയാട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അങ്ങ് നോക്കുമ്പോൾ മറ്റേ കപ്പട മീശയും വെച്ചുകൊണ്ട് ആര് ഡയലോഗ് അടിക്കുന്ന വീരനാണ്. ആ ഡയലോഗ് അടി വീരൻ യഥാർത്ഥത്തിൽ എന്താണെന്നാണ് നിങ്ങൾ കാണുന്നത്. നേരെ പിണറായി വിജയൻ നോക്കിയാൽ എല്ലാ കാലത്തും ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പലപ്പോഴും നോക്കാറില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മൂക്കളെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള കുറെ ഹീറോകളെ സൃഷ്ടിച്ച് വെച്ചുകൊണ്ടാണ് ഇപ്പോ പിണറായി വിജയനെ തകർത്തുകളെ എന്ന് പറയുന്നത്. പിണറായി വിജയൻ ഇന്നിപ്പോ എവിടെ നിൽക്കുന്നു? ബ്രണ്ണൻ കോളേജിൽ ഒപ്പം പഠിച്ച സഹപാഠി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനെ ഓർത്ത് അപമാനം എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ എന്തിരിക്കുന്നു? കേരളത്തിൽ 3ാം തവണയും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു പാർട്ടി എടുത്ത് ഉയർത്തുന്ന നിലയിലേക്ക് ഇദ്ദേഹത്തോടൊപ്പം പഠിച്ച പിണറായി എത്തിപ്പെട്ടു. എന്നാൽ അന്ന് പിണറായി എതിർത്തുകൊണ്ട് കിടന്ന ഇന്നത്തെ വ്യക്തിയുടെ അവസ്ഥ ഈ എതിർപ്പൊക്കെ നാക്കുകൊണ്ടുള്ള ഡയലോഗ് മാത്രമാണ്. ഒരു വിലയില്ല, അതായത് തലയ്ക്കകത്ത് ആള് താമസം പോലും ഇല്ലാത്തതെന്ന് സതീശൻ തന്നെ വിലയിട്ടു. സ്വന്തമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാണ് അങ്ങേർക്ക് ഫേസ്ബുക്ക് എന്ന് എഴുതാൻ അറിഞ്ഞൂടാ, അങ്ങേർക്ക് സ്വന്തമായിട്ട് ഐഡിയ പോലും ഇല്ലാത്ത വെറും മരക്കിഴങ്ങ് കേസാണെന്ന് സതീശന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ പുച്ഛഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്കാക്കപ്പെടുമ്പോൾ ഒരു കാരണവശാലും താൻ ആവശ്യപ്പെടുന്ന ഒരു ചുക്ക് നടക്കാത്ത ഒരു സംവിധാനമാണ് പാർട്ടി എന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിയിക്കപ്പെടുമ്പോൾ, പാർട്ടിയല്ല കുറച്ച് ആൾക്കാർ ആ നിലയ്ക്ക് അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് വെറും ഗിറായി മാറുന്ന അവസ്ഥയിലും അദ്ദേഹം എതിർക്കാൻ നടന്ന വ്യക്തി ഇന്നും ഏത് പദവിയിൽ ഇരിക്കുന്നു എന്ന് നോക്കൂ. അവിടെയാണ് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരാൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഉയരങ്ങളിൽ എത്തുന്നതിന്റെ അസൂയ കൊണ്ടിട്ട് അയാളെ പുലഭ്യം പറയാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ നിയോഗിക്കുന്ന ചില ഭടന്മാരുടെ പട്ടികയിലേക്ക് സുധാകരൻ ചുരുങ്ങി നിന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം പിണറായി വിജയനെതിരെ വാചകം മാത്രം വാർത്തയിൽ ഇടം നേടിക്കൊണ്ടിരുന്ന വ്യക്തി ഇന്നിപ്പോ പാർട്ടിയിൽ അവസ്ഥയെടുക്കുമ്പോൾ പിണറായി വിജയൻ ഒരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ അധിക്ഷേപിച്ച് സ്വന്തം ഇടം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലെത്തിയ ആ ദയനീയ കാഴ്ചയാണ്. ഇതാണ് പറയുന്നത് കർമ്മ എന്ന്. അത് സുധാകരന്റെ കാര്യത്തിലാണെങ്കിലും ശരി, പിണറായിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ആരായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ച് മുന്നിൽ വെക്കുന്നുണ്ട്.